ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പാർട്ട് 3 വീഡിയോ ആണിത്, നമ്മുടെ ട്രാവലിങ്ങിൻ്റെ. അപ്പോൾ നമ്മൾ രാവിലെ കാപ്പുടിയും ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തിരിച്ചു. അങ്ങനെ വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ചാമ്പങ്ങായും ഉപ്പും മുളകും കൂടി ഇട്ടതൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ കഴിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ കഴിച്ചത് ഞാനും അമ്മയും കുഞ്ഞുമൊക്കെ തന്നെയാണ്. ഞങ്ങൾക്കാണ് കേട്ടോ അത് ഏറ്റവും ഇഷ്ടം. കാരണം അപ്പച്ചിക്കും ചിറ്റയ്ക്കും ഹർഷയ്ക്കും ഒന്നും ഇതിനോട് വലിയ താല്പര്യമില്ല. എനിക്കും അമ്മയ്ക്കും കുഞ്ഞിക്കും ഇങ്ങനെയുള്ള ചാമ്പങ്ങ, മാങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കെന്തോ ഈ ഒരു പാത്രം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു തീർക്കും. അതുപോലെയാണ് കുഞ്ഞിയും അമ്മയൊക്കെ. അപ്പം നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മഞ്ഞ കൊടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ വർക്കലയ്ക്കാണ് കേട്ടോ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ വർക്കല നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മൾ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ കുളമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അമ്പലക്കുളത്തിന് മുമ്പിലൂടെ സൈഡിലൂടെ നമ്മളിങ്ങനെ ഒരു ടേക്കൊക്കെ എടുത്ത് നേരെ തിരിഞ്ഞ് ചെല്ലുന്നത് നമ്മുടെ എന്താ പറയുക വിശാലമായ നമ്മുടെ കടലിലേക്കാണ് കേട്ടോ. ആ കടൽ കണ്ടത് നമ്മുടെ എല്ലാ കൺട്രോളും പോയി. ഞാനും കുഞ്ഞൊക്കെ എന്താ പറയുക കടലിൽ ചാടാനായിട്ടാണ് മെയിനായിട്ടും എന്താ പറയുക പോകാനായിട്ട് ഉത്സാഹിച്ച് നിൽക്കുന്നത്. അത് പിന്നെ ഇവിടെ വന്നത് നമ്മളൊരു മെയിനായിട്ടും നമ്മുടെ അപ്പൂപ്പൻ്റെ ചടങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പൂപ്പൻ്റെ അസ്ഥി ഒഴുക്കാൻ വന്നിട്ടുള്ളതാണ് നമ്മളിവിടെ. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ചടങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞൊക്കെ അതിന് മുമ്പ് തന്നെ കടലിലേക്ക് പതുക്കെ പോയി ഒന്ന് ചാടാനൊക്കെ നോക്കി. പിന്നെ വേണ്ട വലിയവരൊക്കെ വന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വെയിലുണ്ടായിരുന്നെങ്കിലും സഹിക്കാൻ പറ്റാത്തൊരു വെയിൽ. നമ്മൾ പ്രതീക്ഷിച്ച അത്രയും കട്ടിയുള്ളൊരു വെയിലുണ്ടായിരുന്നില്ല. കാരണം ചെറുതാണെങ്കിലും വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ എനിക്ക് തലവേദന അല്ലെങ്കിൽ കണ്ണിങ്ങനെ തുറക്കാൻ പറ്റില്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ ഇതേ ഞാൻ തോർത്തൊക്കെ വെയിലൊന്ന് ചെറുതായിട്ട് കണ്ടതേ എടുത്ത് തലവഴി ഇട്ടു. അത് കഴിഞ്ഞ് കടലിലേക്ക് ചാടാൻ ഇറങ്ങിയതിന് ശേഷം പിന്നെ തോർത്തൊക്കെ പോയ വഴി ഞാൻ അറിഞ്ഞില്ല. പിന്നെ വെയിലൊന്നും എനിക്കൊരു വിഷയം ആയിരുന്നില്ല. വെള്ളത്തിൽ ചാടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിള്ളേരുടെ എന്താ പറയുക ആ ഒരു മൈൻഡിലേക്കായി. അങ്ങനെ ആവണം നമ്മൾ. അപ്പോൾ ഇതേ ഇവിടെ നമ്മുടെ ചടങ്ങുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിന് ശേഷം എന്താ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ആ ഇലയിലുള്ളതൊക്കെ ഒഴുക്കാനായിട്ട് കടലിലിറങ്ങി ഒന്ന് മുങ്ങി കുളിച്ച് കയറി കഴിഞ്ഞ് ഇവർക്ക് പിന്നെ പാപനാശിനി ഉണ്ടല്ലോ അവിടെ പോയിട്ട് കുളിക്കണം. അപ്പോൾ അതിനായിട്ടാണ് ഇനി പോകുന്നത്. ഇത് കളയാനായിട്ട് ഇല ഒഴുക്കാനായിട്ട് ഇറങ്ങിയ സമയത്തുള്ള ചാട്ടോ മറിച്ചിലൊക്കെയാണ്. അമ്മ അവിടെ കിടന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് വന്ന് അമ്മ ഒഴുകിപ്പോയതാന്ന് കരുതി ഓടി വന്ന് പിടിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ആ തിരമാല വന്നപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ കറങ്ങിപ്പോയത് കണ്ടില്ല. അച്ഛൻ പേടിച്ചു പോയി. അനുവേണ്ടി ശരിക്കും വെള്ളത്തിലിറങ്ങി നിൽക്കാൻ പേടിയൊക്കെ ഉണ്ട് കണ്ടോ. അധികം അങ്ങോട്ട് നീങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുഞ്ഞൊക്കെ കയറുന്നില്ല. പിന്നെ നമ്മൾ മറ്റുള്ള വെള്ളം പോലല്ലല്ലോ, ഒഴുക്കില്ലെങ്കിലും നമുക്ക് കുറച്ച് പേടിക്കേണ്ട കാര്യമാണല്ലോ കടൽ. അപ്പോൾ എന്തായാലും അടുത്ത പാർട്ടിൽ നമുക്ക്